ഈ ആഴ്ച എല്ലാ തടസ്സങ്ങളെയും മാറ്റി വിടുതൽ നിങ്ങളുടെ വീട് തേടി വരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്നറിയുന്നതിൽ, കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുവാൻ അവസരം നൽകി തരികയും ചെയ്ത നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അவ்விധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വിടുതലുകൾ ഉണ്ടാകുവാനും ഒരുമിച്ച് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള അവസരത്തിനായി ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടോ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ മാത്രമല്ല, അതേ വിടുതലിന് പിന്നിൽ മറ്റൊന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാപിച്ച ആ പ്രാപിക്കലിൻ്റെ അനുഭവം, നിങ്ങൾ കേൾക്കുന്ന ദൂതുകൾ മാനുഷികമായല്ല, ഞാൻ പഠിച്ചതോ മനസ്സിലാക്കിയതോ അറിഞ്ഞതോ ആയ കാര്യങ്ങളിൽ നിന്നുള്ളതല്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, അതെ നിങ്ങളോട് പറയുവാൻ വേണ്ടി ആ പ്രവചന ദൂത് നിങ്ങൾ കേട്ടു. അതുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ആ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആ വാക്ക് കേട്ട സമയം മുതൽ അവളുടെ മകൾ സൗഖ്യമായി. അതെ സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾ ഈ വാക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുന്ന സമയം മുതൽ അതെ നിങ്ങൾ കാത്തിരുന്ന ആ വിടുതൽ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സംഭവിക്കുക. അവിടെ തന്നെ സഹോദര, ആ തൊഴിലിടത്തിൽ നീ കാത്തിരിക്കുന്ന ആ വിടുതൽ അതെ ഇന്ന് ഈ സമയം മുതൽ അത് സംഭവിക്കുക. ഇനിയും കാത്തിരുന്ന് നിരാശപ്പെട്ട് കണ്ണുനീരോടെ വേദനയോടെ പദം പറഞ്ഞായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, നിന്റെ കാത്തിരിപ്പുകൾക്ക് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നു. ഈ സമയം മുതൽ നീ ഫ്രീ ആണ്. അതെ, നിന്നെ ബന്ധിച്ചിരുന്ന ആ രോഗം, ആ രോഗാത്മാവ് ഇനിമേൽ നിന്റെ ശരീരത്തിൽ ഇല്ല. അതേ സഹോദരി, നിന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. അതെ, നിന്റെ മകളായിരിക്കുന്ന, മകനായിരിക്കുന്ന ആ രോഗബന്ധനത്തിൽ നിന്ന് അവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഇനിയും രോഗിയായി, ഇനിയും രോഗം ശീലിച്ചവനായി നിന്റെ തലമുറ നിനക്കൊപ്പം ഉണ്ടായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആരോഗ്യത്തോടെ നിന്റെ തലമുറകൾ പുറത്തു വരുവാൻ പോകുക. അതേ, നിന്റെ പ്രിയപ്പെട്ടവർ ആരുടെ രോഗം പ്രതിയാണോ നീ ഏറെ ബാധിക്കപ്പെട്ടായിരിക്കുന്നത്, ആ രോഗത്തിന് കർത്താവ് അറുതി വരുത്തുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഉടനെ കർത്താവിൻ്റെ വാക്ക് അവൾ കേട്ട അതേ സമയം അവൾ വിടുതൽ തേടി അലയുവാനിടയായ സാഹചര്യത്തിന് അറുതി വന്നു. അതെ, ഈ മെസ്സേജിനൊപ്പം നീ ആയിരിക്കുവാൻ ഇടയായ സാഹചര്യത്തിന് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നു. ഇനിയും കടക്കാരിയായി നീ കൈനീട്ടുവാൻ, തലകുനിക്കുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ആ സാഹചര്യത്തെ എൻ്റെ യേശു മാറ്റുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിന്റെ വിശ്വാസം വലിയത്. യേശു അവളുടെ വിശ്വാസത്തെ വിലയിരുത്തി പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയതാണ്. ആമേൻ. ആ വിലയിരുത്തലിൻ്റെ റിസൾട്ടാണ് അവളുടെ ഭവനത്തിനകത്ത് വിടുതലായി വെളിപ്പെട്ടത്. നിങ്ങളുടെ വിശ്വാസത്തെയും യേശു വിലയിരുത്തുന്നുണ്ട്. വലിയ വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളിപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിനെ കഴിയും. അതെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ലോകം മുഴുവനും നോ എന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചുറച്ച ആ വിഷയത്തിന് പരിഹാരം വരുത്തി തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. അല്ല, എൻ്റെ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇനിയും അവസരമുണ്ട് സഹോദരി, ഇനിയും അവസരമുണ്ട്. ഒന്നും തീർന്നു പോയിട്ടില്ല. നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. നിന്നെയും അവനെയും തമ്മിൽ തെറ്റിച്ചു കളയുവാൻ തക്കവണ്ണം മനുഷ്യനും പിശാചും ഒരുക്കിയ സകല പദ്ധതികളെയും എൻ്റെ യേശു തകർക്കും. ഓ താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇനിയും നല്ല വിവാഹം, അതേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിന്റെ തലമുറകൾക്കുണ്ടാകും. അയ്യോ പാസ്റ്റർ, പ്രായം കഴിഞ്ഞു പോയി,
നല്ലൊരു വിവാഹം നടത്തി കൊടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വേണ്ടതൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കരങ്ങൾ ശൂന്യമാണ്. കേൾക്ക്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാവി എൻ്റെ കർത്താവ് നിന്റെ തലമുറകൾക്ക് ഒരുക്കുകയാണ്. അവർ തന്നെ തട്ടിത്തെറിപ്പിച്ച, അവരുടെ മുമ്പിൽ നിന്ന് അകന്നുപോയ ആ ഭാവി, അതെ, നിന്റെ തലമുറയ്ക്ക് എൻ്റെ കർത്താവ് ഒരുക്കി അവരെ മാനിക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ കാത്തിരിപ്പിന് അറുതിയാകുന്ന വിടുതൽ, നിന്റെ വിശ്വാസം വലുതായതുകൊണ്ട് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അവരെ അറിയുന്നവർ എന്തിന് നീ പോലും സമ്മതിക്കത്തില്ല ഇനിയൊരു മാറ്റമുണ്ടാകുമെന്ന്. ഇന്ന് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അവർ കടന്നു പോകുന്ന വഴിയിൽ നിന്ന് അവർക്കൊരു മടങ്ങിവരവ് പ്രവചിക്കുവാൻ നിനക്ക് പോലും കഴിയാതിരിക്കുമ്പോൾ ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അതെ, നീ നിന്റെ തലമുറകളുടെ വിടുതൽ കാണുവാൻ പോകുക. അവർ ബാധിക്കപ്പെട്ട ഇടത്തു നിന്ന്, അവർ കെട്ടപ്പെട്ട ഇടത്തു നിന്ന്, മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും കൂട്ടുകെട്ടുകളിലും അവർ ബന്ധിക്കപ്പെട്ട ഇടത്തു നിന്ന് എൻ്റെ കർത്താവ് അവരെ മടക്കി വരുത്തുവാൻ പോകുക. വിശ്വാസത്തോടെ നീ കേൾക്കുന്ന ഈ വാക്കുകൾക്ക് പിന്നിൽ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുക. ആമേൻ. നോക്കൂ, തടസ്സങ്ങളെ മാറ്റി ആ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, ആ സ്ത്രീ പ്രാപിച്ച അത്ഭുതകരമായ സാക്ഷ്യത്തിന് പിന്നിൽ അവൾ അനുഭവിച്ച കുറച്ച് കഷ്ടതയുടേതായ അനുഭവങ്ങൾ. അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, പാസ്റ്റർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് അതത്ര വലിയ കാര്യമാണോ, വലിയ പാടുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും ഈ ലോകപ്രകാരം നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും സമയം ചിലവഴിക്കുവാനും എന്ത് കാര്യം ചെയ്യുവാനും ഒരു പാടുമില്ല. നിങ്ങളുടെ ആരോഗ്യം പോലെ, നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിലായിരിക്കുന്നതിന്, കർത്താവിനൊപ്പം ചേർന്നിരിക്കുന്നതിന് അല്പം പാടുള്ള കാര്യമാണ്. എത്ര തവണ ആ റിമോട്ട് കയ്യിലെടുക്കുന്നുണ്ട്, എത്ര തവണ സ്കിപ്പ് ചെയ്ത് പോകുവാൻ നോക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് സമ്മതിക്കത്തില്ല. അവൻ പറയും, വേണ്ട, ഇതൊന്നും കേൾക്കണ്ട, ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല, നമുക്ക് റീൽസ് കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം കാണാം, കോമഡി കാണാം, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കാണാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ കവർന്നു കൊണ്ടുപോകും. നിങ്ങളിൽ പലരും ആഗ്രഹിച്ചിട്ടില്ലേ, അടുത്തൊരു ആലയത്തിൽ കടന്നു പോകണം, ദൈവസന്നിധിയിലൊന്ന് നിൽക്കണം, എന്തിന് പ്രൈസർ ഫാമിലിയിലേക്ക് തന്നെ കടന്നു വരണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, കേൾക്കുന്നത് പോലെയുള്ള ദൈവിക വിടുതൽ പ്രാപിച്ചെടുക്കണം. പക്ഷേ നടക്കുന്നില്ല. കാരണം അതുതന്നെയാണ്, യേശുവിനൊപ്പം ചേർന്നിരിക്കുക, യേശുവിൻ്റെ ഒപ്പമായിരിക്കുക. അത് നടക്കുന്ന കാര്യം എളുപ്പം ഉള്ളതല്ല എന്ന് പറഞ്ഞ് നടക്കുന്നില്ല എന്നല്ല, അല്പം പാടുപെട്ടാൽ നടക്കും. അതെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചായിരിക്കും, അല്ലേ സഹോദര സഹോദരി? സ്വാഗതം പ്രൈസർ ഫാമിലിയിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിലേക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. ദൈവിക വിടുതൽ അനുഭവിച്ച് നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി മടങ്ങാം. നോക്കൂ, അപ്പോൾ അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. വലിയൊരു ഭാരത്തോടെയാണ് ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത്. തൻ്റെ മകൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു, പിശാചിനാൽ അവൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അവളൊരു കനാന്യ സ്ത്രീയാണ്, എന്ന് പറഞ്ഞാൽ ഒരു ജാതീയ സ്ത്രീയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വിധത്തിലൊരു വേർതിരിവ് കാണുവാൻ വലിയ പാടാണ്. എന്നാൽ പഴയ നിയമത്തിൽ ആ വേർതിരിവ് വ്യക്തമായി തന്നെ കാണുവാനായിട്ട് കഴിയും. കനാന്യ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവൾക്ക് കനാന്യ ദേവി ദേവന്മാരുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, പല പല കർമ്മങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറി യേശുവിലൂടെ ഒരു വിടുതൽ സാധ്യമെന്ന് അവൾ തിരിച്ചറിയുകയാണ്. അതിനർത്ഥം അവൾ പ്രതീക്ഷ വച്ചിടത്തൊക്കെ അവൾ പരാജയപ്പെട്ടു. അതെ സഹോദര സഹോദരി, ഇന്നലകളിൽ നീ പ്രതീക്ഷ വച്ചിടത്തൊക്കെ പരാജയപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, യേശുവിലൂടെ നിനക്കൊരു വിടുതലുണ്ട്. നിനക്ക് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞ നീ പ്രതീക്ഷയോടെ നോക്കിയ വ്യക്തികൾ പരാജയപ്പെട്ടു പോയോ? മന്ത്രവാദം പരാജയപ്പെട്ടു പോയോ? ആഭിചാരം പരാജയപ്പെട്ടു പോയോ? പൂജാകർമ്മങ്ങൾ പരാജയപ്പെട്ടു പോയോ? നേർച്ച കാഴ്ചകൾ പരാജയപ്പെട്ടു പോയോ? പരാജയപ്പെടാത്ത ഒരേ ഒരുവൻ എൻ്റെ യേശു മാത്രം. റെഡിയാണോ? യേശുവിനൊപ്പം ചേർന്ന് നിൽക്ക്. പരാജയത്തെ യേശു ജയമാക്കി തീർക്കും. ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവിടെ തന്നെ തുടരുവാനും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ഇനിയും നിനക്ക് അവസരം ഉണ്ട്. അവൻ നോക്കൂ, അപ്പോൾ ആ സ്ത്രീ തിരിച്ചറിയുകയാണ്, ഇനി ഞാൻ പിന്തുടർന്ന് വന്ന ഈ മാർഗത്തിലൂടെ അധികം പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ മകൾ കാലം ചെയ്തു പോകും. അവളെയും പിടിച്ച് അവരൊരു ദേവിയോ ദേവനോ ആക്കി മാറ്റിക്കളയും. അതുകൊണ്ട്
ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു ചെല്ലാം. അതെ, നിങ്ങളായിരിക്കുന്നത് അവിധത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിലേറെ ഭാഗ്യകരമായ അനുഭവമാണ് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്കുള്ളത്. ഒന്ന്, പ്രൈസർ ഫാമിലി അഥവാ ഞങ്ങൾ വിശ്വസിക്കുന്നു വിടുതലിൻ്റെ അടിസ്ഥാനം നിരന്തരമായ പ്രാർത്ഥന, കൂട്ടായ്മ, ഉപവാസം. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിരന്തരമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ? ശക്തിയേറിയൊരു കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഉപവാസം നിങ്ങൾക്കുണ്ടോ? നിശ്ചയമായും നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറും. അതെ, ആ ഒരു പ്രാർത്ഥന അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നു. പ്രഷർ ഫാമിലിക്കൊപ്പം ആ പ്രാർത്ഥനയുണ്ട്. നിരന്തരമായ വചന ധ്യാനവും വിശ്വാസം വർദ്ധിച്ചവരുടെ പ്രാർത്ഥനയും എല്ലാ ദിവസങ്ങളിലും പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ വചന ശുശ്രൂഷകളിൽ പങ്കാളികളാകുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ജോയിൻ ചെയ്ത് നോക്ക്. ആമേൻ. അതുപോലെ തന്നെ ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ ഏറെ ദൂരത്തായിരിക്കാം, അവിടെ ഇരുന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ആമേൻ, ആ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലെത്തി താൻ ഇന്നുവരെ പിന്തുടർന്ന് വന്ന മാർഗത്തിലൂടെ ഒരു വിടുതൽ അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചത്, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചത് പ്രാപിക്കുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നുവോ? അതെ, മാറ്റത്തിന് സമയമായി പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരുവാനായി കഴിയും. അവർ യേശുവിൻ്റെ അടുക്കൽ എത്തി. അതിനർത്ഥം അവൾ വിടുതൽ പ്രാപിച്ചു എന്നല്ല. യേശുവിൻ്റെ അടുക്കൽ നിന്ന് വിടുതലിലേക്ക് അവൾ എത്തപ്പെടുന്നതിന് തടസ്സമായി നിന്ന ചില കാര്യങ്ങളെ അവൾ അതിജീവിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, എൻ്റെ അവസ്ഥ പരിതാപകരമായതുകൊണ്ട്, ഞാൻ ഒത്തിരി വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കരയാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ. എന്നെ കാണുന്നവരെല്ലാം പ്രിയ പാസ്റ്ററേ കണ്ണുനീരോടെയാണ് കാണുന്നത്, നല്ലതൊന്നും എന്നെക്കുറിച്ച് പറയുവാനില്ല, അതുകൊണ്ട് ദയ തോന്നി ദൈവം അനുഗ്രഹിക്കും. നോ, അങ്ങനെ അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. നിൻ്റെ അവസ്ഥ കണ്ടിട്ടല്ല, നിൻ്റെ വ്യവസ്ഥ ദൈവ വചനപ്രകാരം ആ വ്യവസ്ഥയിൽ നീ ആയിരിക്കുന്നു, നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ വിധത്തിൽ അറിയേണ്ടതറിയുവാൻ അവൻ ആ കൂട്ടായ്മ, പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള കൂട്ടായ്മ നിങ്ങളെ സഹായിക്കും. നോക്കൂ, ആ സഹോദരി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തുന്നു. ആദ്യമായി അവൾ മറികടക്കുന്ന തടസ്സം കാത്തിരിപ്പ് എന്ന തടസ്സം. 15-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ഒരു വാക്കും മിണ്ടുന്നില്ല. അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്, പറയുന്നുണ്ട്, യേശുവേ, എൻ്റെ മകൾ പിശാച് ബാധിക്കപ്പെട്ട് വളരെ രോഗത്തിലായിരിക്കുന്നു, അവൾ ഏത് നിമിഷവും എനിക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഇന്ന ദേവി ദേവന്മാരുടെ അടുക്കൽ നിന്ന്, ഇന്ന പൂജാ മാർഗങ്ങളിൽ നിന്ന് വന്നവളാണ്. നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണം, നീ എന്നോട് മനസ്സലിയണം. യേശു മിണ്ടുന്നതേ ഇല്ല. അഥവാ കാത്തിരിപ്പ്. നമ്മളൊക്കെ പ്രാർത്ഥനയോടെ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാറുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ആമേൻ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ എത്തുന്നതിന് മുമ്പേ പല വിഷയങ്ങൾക്കും ദൈവം മറുപടി തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന നല്ല കർത്താവ്, നമ്മുടെ ദൈവം എത്ര വലിയവനാ. ആ വിധത്തിൽ ദൈവം മറുപടി തന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക വിടുതലുകൾ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ചിലപ്പോൾ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ, അതുമല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആ ദിവസം, ആ മണിക്കൂറുകളിൽ തന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ചില ആഴ്ചകൾ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായി വരാം. ഈ വിധത്തിൽ എല്ലാ നിലകളിലും ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഒപ്പം ഇപ്പോഴും കാത്തിരിക്കുന്ന ചില വിഷയങ്ങളും ഉണ്ട്. അവിടെയും മടുത്തു പോകാതെ കാത്തിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുന്നുണ്ട്. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച ഉടനെ മറുപടി കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു മറുപടി തരുന്നില്ല, അതിനർത്ഥം ദൈവം മറുപടി തരില്ല എന്നല്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, അതിനർത്ഥം ദൈവം നിങ്ങൾക്ക് മറുപടി തരില്ല എന്നല്ല. വിശുദ്ധ വേദപുസ്തകം അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട് അനവധി ഭക്തന്മാരിലൂടെ. നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭക്തനിലേക്ക് അല്പമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ ഭക്തൻ്റെ പേര് ആബ്രഹാം എന്നാണ്. 25 വർഷങ്ങളാണ് അബ്രഹാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 24 വർഷവും 364 ദിവസവും അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നു. എത്ര ദൈർഘ്യമേറിയ കാത്തിരിപ്പ്!
ആമേൻ. വേണമെങ്കിൽ അബ്രഹാമിന് ചിന്തിക്കാമായിരുന്നു, ദൈവം എന്നെ പറ്റിച്ചു, ഞാൻ വിജാതീയനായിരുന്നപ്പോൾ എൻ്റെ ദേവന്മാരുടെ അടുക്കൽ നിന്ന് പറ്റിക്കപ്പെട്ടതുപോലെ, ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ നിന്ന് പറ്റിക്കപ്പെട്ടതുപോലെ, എന്നെ ആശ്വസിപ്പിച്ച മനുഷ്യരുടെ അടുക്കൽ നിന്ന് പറ്റിക്കപ്പെട്ടതുപോലെ ഈ ദൈവത്തിൻ്റെ അടുക്കലും ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അബ്രഹാം അങ്ങനെ ചിന്തിച്ചില്ല. കാത്തിരിപ്പെന്ന ആ തടസ്സത്തെ അബ്രഹാം അതിജീവിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് എന്താണ്? അബ്രഹാമിൻ്റെ പേര് ദൈവം മാറ്റി. അബ്രഹാം കാത്തിരുന്ന സമയത്ത് അബ്രാം എന്നായിരുന്നു അവൻ്റെ പേര്. ആ കാത്തിരിപ്പിൻ്റെ അവസാനം അബ്രാം എന്ന പേര് ദൈവം ആബ്രഹാം എന്നാക്കി മാറ്റി. ആബ്രഹാം എന്ന പേരിനർത്ഥം ബഹുജാതികളുടെ പിതാവ്. ഒരു മകന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അബ്രാമിനെ ബഹുജാതികളുടെ പിതാവാക്കി മാറ്റിയ ദൈവം. കാത്തിരിപ്പ് ഏറുന്നുണ്ടെങ്കിൽ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി നീ പ്രാപിക്കുവാൻ പോകുന്നു. സഹോദര സഹോദരി, ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കാത്തിരിപ്പ് വലുതെങ്കിൽ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി നീ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ പോകുന്നു. അതേ സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കാത്തിരിപ്പ് ഏറുമ്പോൾ, പാസ്റ്റർ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭർത്താവിനൊരു മാറ്റമില്ല. പാസ്റ്റർ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റമില്ല. ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകുന്നില്ല. കേൾക്ക്, കാത്തിരിപ്പ് അധികമാകുന്നുവെങ്കിൽ തളർന്നു പോകരുതേ. ഏറ്റവും ശ്രേഷ്ഠകരമേറിയതൊന്ന് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. നിൻ്റെ പേര് മാറുന്ന, ആമേൻ, ആ ദുഃഖപുത്രി എന്ന, വ്യസനപുത്രി എന്ന പേര് മാറുന്ന, ഭാര്യ കളഞ്ഞിട്ട് പോയവനെന്ന, ഭാര്യ ഇട്ടിട്ട് പോയവനെന്ന, ഭർത്താവ് നോക്കാത്തവളെന്ന, അതേ ആ പേര് മാറുന്ന ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. പ്രിയ മാതാവേ, പിതാവേ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കാത്തിരിപ്പ് നീളുന്നുവോ? ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. പാസ്റ്റർ, എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, അർത്ഥാൽ ദൈവവും എന്നെ കൈവിട്ടു, ഞാനിനി എന്ത് ചെയ്യണം, എങ്ങോട്ടോടണം? ഇതാ എൻ്റെ മക്കൾ, ഏത് നിമിഷവും അവർ നശിച്ചു പോകാം, അവരുടെ കൂട്ടുകെട്ടുകൾ മോശമാണ്, അവരായിരിക്കുന്ന സ്ഥാനം തെറ്റായ സ്ഥാനത്ത് തെറ്റായ വഴികളിൽ അവർ നടക്കുന്നു, അവർ ചെയ്യുന്നതൊക്കെയും കേൾക്ക്, കാത്തിരിപ്പേറുന്നുവോ? അതിനർത്ഥം അവർ നഷ്ടപ്പെട്ടു പോകുമെന്നല്ല, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നിന്റെ പേര് മാറുവാനായിട്ട് പോകുന്നു. ശുശ്രൂഷക, നിന്റെ പേര് മാറുവാനായിട്ട് പോകുന്നു. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിന്ന് ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പ്രിയ ശുശ്രൂഷക ആ ദൂത് കൈമാറട്ടെ, ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ ആ പേര് മാറുവാൻ പോകുന്നു. നീ മുഖാന്തരം ആ ദേശം വിടുവിക്കപ്പെടുവാൻ പോകുന്നു. ഏത് ദേശമാണോ നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്, ഏത് ദേശമാണോ നിനക്ക് വിരോധമായി എഴുന്നേറ്റത്, എവിടെ നിന്നാണോ നിന്നെ ഓടിക്കുവാൻ മനുഷ്യന് പിശാചും ചേർന്ന് പദ്ധതി ഒരുക്കിയത്, ആ ദേശത്തിൻ്റെ കാവൽക്കാരിയായി അതേ പ്രാർത്ഥിക്കുന്ന സഹോദരി, ആ ദേശത്തിൻ്റെ കാവൽക്കാരിയാക്കി എൻ്റെ ദൈവം നിന്നെ മാറ്റുവാൻ പോകുന്നു. ആബ്രഹാമിൻ്റെ പേര് മാറ്റിയ മറുപടി അത് കാത്തിരിപ്പിൻ്റെ റിസൾട്ടാണ്. അതെ, നിങ്ങൾ കാത്തിരിക്കുന്നത് വൃഥാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിലെത്തി, അയ്യോ പാസ്റ്റർ പ്രാർത്ഥിച്ച ഉടനെ മറുപടി കിട്ടിയില്ല. നോ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു 2 ഉപമകളും ഒപ്പം പഠിപ്പിച്ചത്. 18-ാം അധ്യായത്തിൽ മറ്റൊരു ഉപമയിലൂടെ പിന്നെയും അതിനെ ആവർത്തിച്ച് ഉറപ്പിച്ചു. അതെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. ആ തടസ്സം, കാത്തിരിപ്പെന്ന തടസ്സം മാറും. വിടുതൽ നിന്റെ വീട് തേടി വരും. മടുപ്പ് കളഞ്ഞ്, മടി കളഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ ഒറ്റയ്ക്കല്ല. നീ മടുത്ത് പിന്മാറിപ്പോയത് നീ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. നിന്നെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ നിന്റെ കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിച്ച് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കൂ എന്ന് ആശ്വസിപ്പിക്കേണ്ടവരും ബലപ്പെടുത്തേണ്ടവരും ചേർത്ത് പിടിക്കേണ്ടവരും മാറ്റി നിർത്തിയ സ്ഥാനത്ത് അതെ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുന്നുണ്ട്. അതെ, ചേർന്ന് നിൽക്ക്. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കെ ആ തടസ്സം മാറും. വിടുതൽ വീട് തേടി വരും. അതെ, നിന്റെ ഭവനത്തിനകത്ത് ആ വിടുതൽ സംഭവിക്കുക. നീ കാത്തിരുന്ന വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുക. ഇനി ആ ഭവനത്തിനകത്ത് കണ്ണുനീരിൻ്റെ നിലവിളിയുടെ അനുഭവം ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. 2ാമത്തെ തടസ്സം, ആമേൻ, നോക്കൂ, 15-ാം അധ്യായം 23-ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ, ആമേൻ, യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവളെ പറഞ്ഞയക്കുക. ആ പറഞ്ഞയക്കുക എന്ന വാക്കിന് പിന്നിലെ മനോഭാവം ഇതാണ്, യേശുവേ, ഇവളൊരു കനാന്യ സ്ത്രീയാണ്, ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ നിൻ്റെ ശിഷ്യന്മാരാണ്, ഞങ്ങൾക്കിവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവളെ ഞങ്ങൾക്ക് വേണ്ട, ഇവളെ ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ പല നിലകളിൽ, നിറത്തിൻ്റെ പേരിൽ
പാരമ്പര്യത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, പദവികളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കൂ, ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് സ്വാഗതം. ആമേൻ. കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ഇന്നലകളെ നോക്കി നിങ്ങളുടെ വർണ്ണമോ വർഗമോ പേരോ നോക്കി നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ചേർത്ത് നിർത്തും. നോക്കൂ, അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഈ സ്ത്രീ, അയ്യോ ഇവൾ ശരിയാകത്തില്ല, ഞങ്ങൾക്കൊപ്പം ശരിയാകത്തില്ല, യേശുവേ നീ ഒന്ന് ഇവളെ ഒഴിവാക്കിത്താ, നീ ഒന്ന് ഇവളെ മാറ്റിവിട. അതേ, കരയേണ്ടെന്നേ. ലോകം നിന്നെ ഒഴിവാക്കിയത് കൊണ്ട് കരയേണ്ട, നീ നിരാശപ്പെടേണ്ട. പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം നിനക്ക് ചേർന്ന് നിൽക്കുവാനുള്ള അവസരം ഉണ്ട്. നോക്കൂ, ആ വാക്ക് കേട്ട്, അവരുടെ വാക്ക് കേട്ട് അവൾ യേശുവിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകുന്നില്ല. നോക്കൂ, ലോകം പറയുന്ന വാക്ക് കേട്ട് യേശുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വാക്യപരിസരങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോസേഫിൻ്റെ സഹോദരന്മാർ 10 പേരുണ്ട്. അന്ന് അവർക്ക് യോസേഫിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഈ കാലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പലർക്കും പലരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു. നീ ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ളവളല്ല, നിൻ്റെ സ്റ്റാൻഡേർഡ് അത്ര പോരാ, നീ അത്ര പോരാ, ഭർത്താവിന് ഭാര്യ അത്ര പോരാ എന്ന് തോന്നുന്നു, ഭാര്യയ്ക്ക് ഭർത്താവ് അത്ര പോരാ എന്ന് തോന്നുന്നു, സഹോദരന് സഹോദരങ്ങൾ അത്ര പോരാ എന്ന് തോന്നുന്നു, മക്കൾക്ക് മാതാപിതാക്കൾ അത്ര പോരാ എന്ന് തോന്നുന്നു, സുഹൃത്തുക്കൾക്ക് സുഹൃത്ത് അത്ര പോരാ എന്ന് തോന്നുന്നു, സഭയ്ക്കകത്തുള്ള വിശ്വാസികൾക്കൊപ്പം ഇരിക്കുന്നവർ, ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നവർ അത്ര പോരാ എന്ന് തോന്നുന്നു. അതേ ഈ കാലഘട്ടത്തിലെ പ്രശ്നമാണ്. നോക്കൂ, ഇവിടെ 10 സഹോദരന്മാർക്കും യോസേഫ് എന്ന കുഞ്ഞു സഹോദരൻ അത്ര പോരാ എന്ന് തോന്നി. അതുകൊണ്ട് അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിന് അവനെ വേണം. ആമേൻ. ലോകത്തിന് നിന്നെ വേണ്ട എങ്കിൽ, ലോകം നിന്നെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിന്നെ ഉൾക്കൊള്ളുന്ന ഒരുവനുണ്ട്, സർവശക്തനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 41:41 ദൈവം, ആമേൻ, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ യോസേഫിന് ഒരു സിംഹാസനം ഒരുക്കി അവിടെ ഇരുത്തി അവനെ യോഗ്യനാക്കി മാറ്റുവാൻ. ഇന്നലകളിൽ ലോകത്തിന് വേണ്ടാത്തത് കൊണ്ട് തള്ളിക്കളയപ്പെട്ട സഹോദരി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ വേണ്ടാത്തവളായി നിന്നെ തള്ളിക്കളഞ്ഞു. അതേ, യെസ്, ആ വേദനയിൽ നീ ആയിരിക്കുക. അവർക്ക് നീ കൊള്ളാകുന്നവളായി മാറുവാൻ പോകും. യേശുവിൻ നാമത്തിൽ സഹോദര, നിന്റെ ഭാര്യയ്ക്ക് കൊള്ളാവുന്നവനായി, നിന്റെ മക്കൾക്ക് കൊള്ളാവുന്നവനായി, സഹോദരി നിന്റെ ഭർത്താവിന് കൊള്ളാകുന്നവനായി, അവരുടെ വീട്ടുകാർക്ക് കൊള്ളാകുന്നവനായി, ആ തൊഴിലിടത്തിൽ കൊള്ളാകുന്നവനായി നീ മാറുവാൻ പോകുക. എൻ്റെ ദൈവം നിന്നെ ചേഞ്ച് ചെയ്യുവാൻ പോകുക. ഷബനെ ആ തടസ്സം, ആമേൻ, ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന തടസ്സത്തെ അവൾ അതിജീവിച്ചു. ആമേൻ. വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം, യവന്മാരൊന്നും, ആമേൻ, യവന്മാർക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട, എനിക്കിനി യേശുവും വേണ്ട, ഈ യേശുവിൻ്റെ ശിഷ്യന്മാരല്ലേ ഇങ്ങനെ, അതുകൊണ്ട് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് അവൾക്ക് മാറി നിൽക്കാം. പക്ഷേ അവൾ ആ വിധത്തിൽ മാറി നിൽക്കുവാൻ തയ്യാറാകുന്നില്ല. ഫലം എന്താണ്? വിടുതൽ അവളുടെ വീട് തേടി എത്തി. നിങ്ങൾ ചേർന്ന് നിൽക്കുമെങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ ദൈവിക വിടുതൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിക്കും. താങ്ക് യു ലോർഡ്. ദേശം ചർച്ച ചെയ്യും വിധത്തിൽ, നിങ്ങൾ അറിയുന്നവർ പറയും വിധത്തിൽ, ഇതെങ്ങനെ സംഭവിച്ചു, ഹൗ ഈസ് പോസിബിൾ എന്ന് ചോദിക്കും വിധത്തിൽ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. തീർന്നില്ല. മൂന്നാമതായി, ഉന്നത ഭാവം എന്ന തടസ്സം. ഉന്നത ഭാവം എന്ന തടസ്സം പലർക്കും യേശുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതിനുള്ള തടസ്സം ഇതാണ്. ഞാൻ എന്തോ ആണ്, എൻ്റെ പേരിങ്ങനെയാണ്, എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഈ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് ജീവിക്കുന്നവരാണ്, എനിക്ക് ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് ഇന്ന പേരുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട് എന്ന് പറഞ്ഞ് പല നിലകളിൽ തങ്ങളെ തന്നെ ഉയർത്തിയായിരിക്കുന്നവർ. ആ ഉന്നത ഭാഗം നിങ്ങളെ ഹൃദയമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതൊരു തടസ്സമാണ്. ആമേൻ. അങ്ങനെ ഒരു തടസ്സം നിങ്ങൾക്കുണ്ടോ? നോക്കൂ, 15-27 വാക്യത്തിൽ ആ സ്ത്രീ സ്വയം താഴ്ത്തുകയാണ്. യേശു അവളോട് പറയുകയാണ്, എന്നെ അയച്ചത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്കൊരിക്കലും കൊടുക്കത്തില്ല. അർത്ഥം സിമ്പിളാണ്. നീ നായ്ക്കുട്ടിക്ക് തുല്യമാണ്. എൻ്റെ മക്കളുമായിട്ട്, യഹൂദന്മാരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവളെ നായെപ്പോലെ തരം താഴ്ത്തുകയാണ് യേശുവിൻ്റെ വാക്കുകൾ. പക്ഷേ അവൾ എന്ത് ചെയ്യുന്നു? നീ എന്നെ നായെന്ന് പറഞ്ഞോടാ യേശുവേ എന്ന് ചോദിക്കുന്നില്ല. മറിച്ച് അവൾ സ്വയം പറയുകയാണ്, അതെ യേശുവേ, ഞാൻ നായാണ്, നീ എന്നെ നായെന്ന് പറഞ്ഞാൽ ഞാൻ നായാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അവൾ 2 കുരച്ചിൽ കൂടെ കുരച്ച് കേൾപ്പിച്ച് കൊടുത്ത് കാണും, ഞാൻ നായാണ് യേശുവേ. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ആ നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിച്ച്
തൃപ്തി പ്രാപിക്കുന്നവരാണ്. അവൾ തന്നെ താഴ്ത്തുവാനായി തയ്യാറായി. പലപ്പോഴും ദൈവവചനം ശരിയാകും വിധത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ, ആമേൻ, ദൈവവചനത്തിനൊപ്പം നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു താഴ്മ ഉണ്ടാകും. ശരിയാകുമെന്ന ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരം പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് ദൈവവചനത്തിനൊപ്പം സഞ്ചരിക്കാം. രാവിലെ ശുഭയാത്ര, വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആലയത്തിൽ മീറ്റിങ്ങുകൾ. വളരെ ആ കൂട്ടായ്മയുടെ ശക്തിയേറിയ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നോക്കൂ, അവൾ സ്വയം താഴ്ത്തി. ഫലമെന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ദൈവം ഉയർത്തും. ആമേൻ. താഴുവാൻ ആമേൻ നീ തയ്യാറാകുമെങ്കിൽ ഉയർത്തുവാൻ ദൈവം റെഡിയാണ്. സഹോദര, ആ തൊഴിലിടത്തിൽ, സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത്, മക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അതേ നിങ്ങളെ ഉയർത്തുവാൻ എൻ്റെ ദൈവം റെഡിയായി കൂടെയുണ്ട്. ആ തടസ്സങ്ങളെ മാറ്റി വിടുതൽ നിങ്ങളുടെ വീട് തേടി വരും. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായതൊരു കുടുംബമാണ്. അവരെപ്പോലെ അനേകരിലേക്ക് ഈ മെസ്സേജ് അനുഗ്രഹമാക്കി എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട്. എന്നാൽ കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇപ്പോൾ മുതൽ ഇവരോട് കൂടിയിരിക്കണമേ. ആ കാത്തിരിപ്പിന് അറുതി വരട്ടെ. ദീർഘനാളുകളായി മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് കർത്താവേ, യേശുവേ, മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ട്, നിൻ്റെ ദൈവം എവിടെ, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി? ആ ചോദ്യത്തിന് അറുതി വരുന്ന അത്ഭുതം ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ. തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ തൊഴിൽ അനുഭവങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളോട് സ്വർഗ്ഗം അങ്ങ് ഇടപെടണമേ. ഇവരുടെ നന്മകളെ കവർന്നെടുക്കുകയും തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന ദുഷ്ട വ്യക്തികളോട് സ്വർഗ്ഗം അങ്ങ് ഇടപെടണമേ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകളും കോശങ്ങളും അവയവങ്ങളും പുനർനിർമ്മിക്കപ്പെടട്ടെ. അസ്ഥിമേൽ രക്തത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വലുതും ചെറുതുമായ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. വാർദ്ധക്യ സഹജമായ ബലഹീനതകൾ മുറിക്കകത്ത് ഒതുങ്ങിപ്പോയവർ പുറത്തു വരട്ടെ. സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങൾ ഭവനത്തിനകത്തുണ്ടാകട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. വീടിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ സ്വർഗ്ഗമങ്ങ് അനുഗ്രഹമാക്കി തീർക്കണമേ. പഠന സാഹചര്യങ്ങൾ ഒരുക്കണമേ. പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളിൽ വേണ്ടത് നൽകി മാനിക്കണമേ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ, പലിശക്കടകൾ, ജപ്തി നടപടികൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക ഇടപാടുകളും, ബാധ്യതയായി നിൽക്കുന്ന സാമ്പത്തിക ഇടപാടുകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികളെ തുറക്കണമേ കർത്താവേ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം കൂടിയിരിക്കണമേ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അവൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളും ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ദൈനംദിനമായി അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശങ്ങൾ കേൾക്കുവാനും പ്രാർത്ഥനകൾക്കൊപ്പം ആയിരിക്കുവാനും പ്രാപിക്കുവാനും അവസരമുണ്ട്. അടുത്ത ആഴ്ചയും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.